നമസ്കാരം. കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിപ്പോയ ഒരു വാർത്ത. മാവേലിക്കര സബ് ജയിലിൽ നിന്ന് ഒരു ഡിവൈഎഫ്ഐ നേതാവ് ഈ നാടിന്റെ അഭിമാനം കാക്കുന്ന ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിനെ ജയിലിൽ നിന്ന് പുറത്തിറക്കി കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ചീമുട്ടയേറുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. രാഹുലിന് നേരെ ചീമുട്ടയേറുണ്ടായിരിക്കുന്നു ജയിലിന് പുറത്ത്. തിരിച്ചുകൊണ്ട് പുറത്തിറങ്ങിയ രാഹുലിന് നേർക്ക് ചീമുട്ടയേറുണ്ടായിരിക്കുന്നു. ഹരി മോഹൻ വിവരങ്ങളുമായി. ഹരി, ഇപ്പോൾ രാഹുലിന് നേരെ പ്രതിഷേധമുണ്ടായിരിക്കുന്നു. ആരാണ് ചീമുട്ടയെറിഞ്ഞത്? കഴിഞ്ഞ ദിവസത്തിന് സമാനമായി ഇന്നും പ്രതിഷേധമുണ്ടായി. ഇന്ന് മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്തിറക്കുന്ന സമയത്താണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധിച്ചത്. ആദ്യം വാഹനം തടയാൻ ശ്രമിച്ചു. ഒരു പോലീസ് ബസ്സിലാണ്, അതായത് വാനിലാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത്. ആ വാൻ തടയാനുള്ള ശ്രമമാണ് ആദ്യം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. തുടർന്ന് പോലീസ് ബലം പ്രയോഗിച്ച് അവരെ നീക്കം ചെയ്ത് വാഹനം മുന്നോട്ടെടുക്കുന്ന സമയത്താണ് പ്രവർത്തകർ ചീമുട്ടയെറിഞ്ഞ് പ്രതിഷേധിച്ചത്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം ജയിലിന് മുമ്പിൽ തീർത്തത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകും. പൊന്ന് സഖാവേ, ഒരു ഉപദേശം തരാം. അടുത്ത തവണ മുതൽ ഇതുപോലൊരു ചീമുട്ട എടുത്ത് അവൻ്റെ പല്ല് നോക്കി ഉന്നം പിടിച്ച് അവൻ ജയിലിൽ നിന്ന് പുറത്ത് വരുമ്പോൾ അവൻ ഇളിച്ചുകൊണ്ട് വരണ സമയത്ത് അവൻ്റെ പല്ലിലിട്ട് എറിഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് മുട്ട എത്ര വേണമോ കരുതി വെച്ചോളൂ. ഇന്നിപ്പോൾ എറിഞ്ഞ ആ വാർത്ത കേട്ടപ്പോൾ ഒരു വല്ലാത്ത സന്തോഷം തോന്നി. അത് ചെയ്യാനായിട്ടെങ്കിലും നമ്മുടെ നാട്ടിൽ ഉശിരുള്ള ചെറുപ്പക്കാരുണ്ടല്ലോ. ഇമാതിരി തെമ്മാടിത്തമൊക്കെ കാണിച്ചിട്ട് അവൻ എന്തോ ഒരു വീരകൃത്യം ചെയ്ത പോലെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമറകൾക്ക് മുന്നിൽ ചിരിച്ചുല്ലസിച്ച് നടക്കുന്നത്. അതായത് എനിക്കിതെല്ലാം ഹൂ കെയർസ്, അഥവാ എനിക്കിതെല്ലാം തൈരാണ് എന്നുള്ള ഭാവത്തിൽ നടക്കുകയാണ്. അതിനൊക്കെ ചെയ്യേണ്ടത് തെരുവീതികളിലൊക്കെ ഒന്ന് കൈകാര്യം ചെയ്താലേ എന്തായി വരുള്ളൂ. ഇവൻ സ്വപ്പക്കാര്യം മനസ്സിലാകത്തുള്ളൂ. എന്ത് തെമ്മാടിത്തവും കാണിച്ചിട്ട് സമൂഹത്തിനെ എല്ലാത്തിനെയും വെറും കഴുതകളാക്കിയിട്ട് ഞാൻ എന്തോ വലിയ വീരകൃത്യം ചെയ്യുന്നവനാണ് എന്ന രീതിയിൽ നടക്കുമ്പോൾ അവരെയൊക്കെ ഇങ്ങനെ തന്നെയാണ് പെരുമാറേണ്ടത്. ആ ട്രൈ അതിനെ ഒരു കാരണവശാലും ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും അഭിനന്ദിക്കാതെ തരമില്ല. പല്ലി കൊണ്ടിരുന്നെങ്കിൽ ഒരു ട്രോഫി അടക്കം പൊന്നാടയായിട്ട് വാങ്ങിച്ചെന്ന് അത് ഏത് സഖാവായിരുന്നാലും കണ്ടെത്തി ആദരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചേനെ. ഈ നാട്ടിൽ ഇങ്ങനെയുള്ള ചില പ്രതികരണങ്ങൾ കൂടി ആവശ്യമാണ്. കാര്യം സമൂഹത്തിൽ എന്ത് തെമ്മാടിത്തരവും ചെറ്റത്തരവും ചെയ്തിട്ട് നെഞ്ചും വിരിച്ച് നടക്കാമെന്ന് എല്ലാവരും വിചാരിക്കരുത്, അല്ലെങ്കിൽ ഇളിച്ചുകൊണ്ട് നടക്കാമെന്ന് വിചാരിക്കരുത്. അതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഇമാതിരിയുള്ള രീതിയിലാകുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. ഈ നാട്ടിൽ അങ്ങനെയും ഉണ്ട് ചെറുപ്പക്കാർ. ഞാൻ എന്ത് തോന്നിവാസവും കാണിച്ചിട്ട് ഇവിടെ ഇറങ്ങി നടക്കും, ആരെന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുന്നിടത്ത് ഇങ്ങനെയുള്ള ചില പ്രതികരണങ്ങൾ കൂടി നല്ലതാണ്. ആ പ്രതികരണമൊക്കെ ഇവനെ സംബന്ധിക്കുന്നിടത്തോളം ഒരു അനുഭവമായിരിക്കണം. അത് പല്ലി കൊണ്ടിരുന്നെങ്കിൽ, അതായത് ഇളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചീമുട്ട പല്ലി വന്ന് കൊണ്ടിട്ട് ഇങ്ങനെ ഒലിച്ചിറങ്ങണമായിരുന്നു. അപ്പോഴേ അവനൊക്കെ പഠിക്കത്തുള്ളൂ. തോന്നിവാസം കാണിച്ചാൽ ഇതൊക്കെയാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രതികരണമെന്ന്. ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടും ഇത്രയും വലിയ തെമ്മാടിത്തരങ്ങളും അല്ലെങ്കിൽ പെൺകുട്ടികൾ ഉൾപ്പെടെ ഈ ക്രൂര പ്രവൃത്തിയൊക്കെ ചെയ്തിട്ട് അതൊക്കെ തൻ്റെ കഴിവ് പോലെ കൊണ്ട് നടക്കുന്നവർ അങ്ങനെ ചിലർ പ്രോത്സാഹിപ്പിക്കുമ്പോൾ തൻ്റെ ഒരു കഴിവാണ് എന്ന് അവൻ്റെ ഓഡിയോ പുറത്തു വന്നു, അവൻ്റെ വാട്സപ്പ് ചാറ്റ് പുറത്തു വന്നിട്ടും അവൻ ഇതൊക്കെ ഹൂ കെയർസ് എന്ന രീതിയിൽ നടക്കുന്നുണ്ടെങ്കിൽ ഇവന് അടിയന്തരമായിട്ടൊരു ചികിത്സയുടെ കൂടി ആവശ്യമുണ്ട്. മനോനില തകരാറിലാണെന്ന് ഇവൻ്റെ പ്രവൃത്തി കാണുമ്പോൾ തോന്നുകയാണ്. ഗോവിന്ദച്ചാമി പോലും അയാൾ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ശേഷം ഇങ്ങനെ നടന്നിട്ടില്ല. ഇവൻ പീഡിപ്പിച്ച് കൊന്നില്ലെന്നേ ഉള്ളൂ, കൊന്നു കുട്ടികളെ, അല്ലെങ്കിൽ ആ ഇരയാക്കപ്പെട്ട സ്ത്രീകളെ കൊന്നിട്ടില്ല. ചിലർക്ക് ആ ഇരയാക്കപ്പെട്ട സ്ത്രീ മരിച്ചാൽ മാത്രമേ അവരുടെ വികാരം ഉണരത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ സ്ത്രീപക്ഷ നിലപാടുള്ള ചെറുപ്പക്കാർ ഇങ്ങനെയുള്ള തോന്നിവാസം കാണിക്കുന്നവരെ തെരുവിൽ ഈ രീതിയിലെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ ഈ നാട്ടിലുള്ള ചെറുപ്പക്കാർക്ക് പ്രതികരണശേഷി ഇല്ലാത്തവരാണെന്ന് ഇവനൊക്കെ തോന്നിപ്പോകും. അതുകൊണ്ട് ആ മുട്ട ഏറിനിരിക്കട്ടെ ഇന്നത്തെ കുതിരപ്പവനെന്ന് പറയുകയാണ്. അടുത്ത തവണ കൃത്യമായിട്ട് ഉന്നം പിടിച്ച് അവൻ്റെ പല്ലിയിട്ട് തന്നെ എറിഞ്ഞു കൊടുക്കാൻ സഖാവിനോട് ഒരു ഉപദേശം കൂടി നൽകുകയാണ്.